അപ്പുറമെല്ലാം പണിയെടുക്കുന്നുണ്ട്. ഇന്നലെ 2-3 പെണ്ണുങ്ങൾ പണിയെടുത്തു. ഇന്ന് ഒരാൾ കിടക്കുന്നുണ്ട്. കഴിഞ്ഞാലേ അപ്പുറം കിടക്കുമല്ലോ. ഇതെല്ലാം വൃത്തിയായി. ഇവിടെയെല്ലാം നല്ല പെണ്ണുങ്ങൾ വന്നിട്ട് നല്ല വൃത്തിയാക്കി. ഇതെല്ലാം ഞാൻ രാവിലെ വൃത്തിയാക്കി. കുറേ ഒന്ന് വൃത്തിയാക്കിയാൽ പിന്നെ അയാളെ വിളിച്ചാൽ എല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കി. ഇവിടെ നമുക്ക് പച്ചക്കറിയെല്ലാം ഇവിടെ കുറച്ച് വെയിലും ഉള്ളൂ. ഇങ്ങനെ കൂടെ വഴിയിൽ നമുക്കൊരു സൈഡിലാക്കിയിട്ട് അങ്ങനെ ആക്കാം. നാളെ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞു പണിക്ക്. തെങ്ങിൻ്റെ മുരടെല്ലാം വൃത്തിയാക്കി കൊടുക്കണം. നമ്മൾ പണിയെടുക്കണമെങ്കിൽ എല്ലാം മുരടെല്ലാം ആക്കി കൊടുത്താൽ കാടലതിനെ ഇട്ട് മൂടാല. എല്ലാം വൃത്തിയായതാണ്. ഇങ്ങനെ വൃത്തിയാക്കി കൊടുത്താൽ തൈക്ക് ചുറ്റും പണിയെടുത്താൽ പിന്നെ അങ്ങനെയൊന്നും കിട്ടൂല. അയാള കിട്ടുമ്പോൾ ചെയ്യുക. പിന്നെ വാഴയും പൊച്ചങ്ങ് നടാൻ അല്ലേ. വാഴ വെച്ചിടത്തെല്ലാം കാട് കുറവുണ്ട് ഉണ്ടല്ലേ. ഇങ്ങനെ വെച്ചാൽ എപ്പം ഒരു കൊല കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ ആയില്ലേ. ഒഴിഞ്ഞ സ്ഥലത്തെല്ലാം വാഴ വെച്ച് നടാൻ എല്ലാം അങ്ങോട്ടെല്ലാം നോക്കി നോക്കിയപ്പോൾ അല്ലേ. ഇന്നലെ അതെല്ലാം ഇത്രയെല്ലാം വൃത്തിയാക്കി. ഇത്ര അല്ലേ അങ്ങോട്ടെല്ലാം കാണലായില്ലേ. ഇപ്പം മണ്ണ് കാണലായില്ലേ. അത്രയും എടുക്കാൻ ഒറ്റ ഒന്നിന് മാത്രം. എന്താ ഒരു തെങ്ങിനിപ്പം വൃത്തിയാക്കി. ഒരു ചെറിയ തൈക്കും കണ്ടില്ലേ. എല്ലാം മണ്ണ് കയറ്റേണ്ടി വരും. ഇതിൻ്റെ പുല്ലും ഇതെല്ലാം വാരി ഇട്ടാൽ തന്നെ ഈ ഞായറായി. നേരത്തെ വിളിച്ച് കൂട്ടീന് നോക്കറ. മഞ്ഞളുണ്ട് അതിൻ്റെ മുരട്ടെല്ലാം പൊരിച്ച് നടണം. ഇവിടെയല്ല തെങ്ങ് അത്രയേ ഉള്ളൂ. ഒന്നും കൂടിയുണ്ട്. നല്ലതൊന്നുമല്ല. ഇതാണ് കാര്യമായിട്ട്. അത് വൃത്തിയാക്കണം. ഞാൻ ആടെ ഉണ്ടെന്ന്. പിന്നെ ഇപ്പുറത്തൊന്നുണ്ട് ഈ തെങ്ങ്. പിന്നെ കുഞ്ഞി തൈ ഒന്നുണ്ട്. ഇവിടെ ഒരു കുഞ്ഞി തൈ ഉണ്ട്. അപ്പുറം 2 കൂടി ഉണ്ട്. ഒന്ന് ബയോഗ്യാസിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ അത്രയേ ഉള്ളൂ. തെങ്ങ് എല്ലാം നശിച്ചു പോയി. നാളെ വരുമ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി വെക്കണം. നാളെ ഉച്ചയ്ക്ക് ശേഷം വരുന്ന പറഞ്ഞ്. അപ്പോൾ ആരെങ്കിലും പിടിച്ച് കൊണ്ടുപോയി പിന്നില്ല. അങ്ങനെയാണ് അയാളെ കഥ. ഇന്നിപ്പോൾ പറഞ്ഞാൽ അടുത്ത ആഴ്ച എത്തലുണ്ടാവും. ഒരാൾ മാത്രമേ ഉള്ളത്. അയാളെ പിടിവലിയാണ് അല്ലേ. ഇങ്ങനെ തടായാൽ പിന്നെ നമുക്ക് എല്ലാം പൊരിച്ച് അതിലിടാല. അല്ല വൃത്തിയാവില്ല. കുറേ ചെറിയ കിഴങ്ങുണ്ട്. അതിനെല്ലാം തടാക്കാൻ പറയാം. പിന്നെ ഇതെല്ലാം വാഴ പൊരിച്ച് നടൽ കിട്ടിയെങ്കിൽ ചെയ്യാതല്ലോ. ഇങ്ങനെ കുറച്ചുണ്ട്. അത് വൃത്തിയാക്കാം. ഇപ്പോൾ അതിലെ ഇപ്പോൾ ചോറിനാണ്ടായില്ലേ. വൃത്തിയായില്ല. ഇതില്ലെങ്കിൽ തൈക്ക് പണിയെടുക്കുമ്പോൾ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ മാറ്റും അയാൾ. എന്നൊക്കെ ഒരുക്കാങ്ങില്ല. ഇല്ല അതാണ് ഭയങ്കരം. അടുപ്പം വെയിലുമായില്ലേ. ഇനി പിന്നെ ആക്കാട്ടോ. ഇനി ചോറിലുണ്ട്. മോൻ വരാനാവും ഇപ്പം. പപ്പായ പൂത്തുവേ. വേണ്ടല്ലേ. ഇത്രയും നാളായിട്ട് വെച്ചിട്ട് പിറന്നാളിന് വെച്ചാലേ. ഒരു വെയിലാണ്. അങ്ങനെയുണ്ടതാ വരുന്നത്. എന്തേ വാ. ചേമ്പെല്ലാവരും പൊരിക്കുന്ന കാണുമ്പോൾ പൊരിക്കാൻ തോന്നുന്നുണ്ട്. നോക്കാം 2 ദിവസം കഴിഞ്ഞിട്ട്. ഞാൻ ആ ചാക്കിൽ കൈയിട്ട് നോക്കിയേ. ചേമ്പുണ്ട്. പക്ഷെ പൊരിക്കാനായിട്ടാ. ചെറിയ ഉണ്ട്. കുറേ കൂടെ മണ്ണിട്ട് കൊടുക്കാം. ഇതെല്ലാം കുറച്ചും കൂടി ഇട്ട് കൊടുത്താലേ കാണങ്ങളിതാ. എന്താ കണ്ട കേങ്ങുണ്ടോ.
മണ്ണ് മൂടി കൊടുക്കുക ചാക്കളം പോലെ ആയതാ. ഏതായാലും സന്തോഷമായില്ലേ കണ്ടിട്ട്. എന്തെന്ന് അറിയാലോ, ഇങ്ങനെ മണ്ണ് കൂട്ടി കൊടുക്കുക അതിന് ആടാളെ. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടം തന്നെ. താളം കഴിഞ്ഞ് ഏടെയുണ്ടെങ്കിൽ റൂം മേടിച്ചിട്ട് വരും. മുള്ളൻപന്നിയാന്ന് നമ്മൾ നല്ലോണം നടലുണ്ട്. മുള്ളൻപന്നി അതിൻ്റെ കണ്ടവിടെ 2 കൊല്ലം മുമ്പ്, കഴിഞ്ഞ കൊല്ലം അല്ല അതിനുമ്പത്തെ കൊല്ലം അതുകൊണ്ടാണ് നടാൻ പറ്റാതിനൊന്നും. എല്ലാം കണ്ടയും കൂടെ തിന്നിന്. താളിൽ തിന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ കണ്ടയും തിന്നു. വല്ലാത്തത് ആയിപ്പോയി. നിറച്ച് ആലയിലപ്പുറമെല്ലാം ഏട്ടനിങ്ങനെ ഓരോ ദിവസം പോയിട്ട് നല്ലോണം നടും. ഒന്നിൽ തന്നെ ഉണ്ട് അവർ 5 കിലോൻ്റെ അടുത്തെല്ലാം. നല്ല വളവുണ്ടല്ലോ, ബയോഗ്യാസെല്ലാം കോരി അങ്ങോട്ട് വയ്ക്കും. ഇനി നമുക്ക് നോക്കാം ആരോന്ന് നേരം കുച്ചിട്ടിട്ടേ. നല്ല വെയിലാണ്, നമ്മുടെ ചെടിയെല്ലാം പാടലായി. അത്ര എടുക്കൂരും, കുറച്ചെടുക്കും വന്നിട്ട് ഇടിയിരിക്കും. എന്നാൽ കാലം കയ്യിലൊന്നും അനങ്ങുമല്ല.